എത്ര ഡയറ്റ് നോക്കിയിട്ടും വർക്കൗട്ട് ചെയ്തിട്ടൊന്നും ചിലപ്പോൾ നമ്മുടെ വണ്ണവും വയറും കുറയുന്നില്ല. പ്രത്യേകിച്ച് നമുക്ക് തൈറോയിഡ്, PCOD, സിസ്റ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇതിന് കാരണം നമ്മൾ വർക്കൗട്ടോ ഡയറ്റോ ചെയ്യുന്ന പെർഫെക്റ്റ് ആകാത്തതുകൊണ്ടല്ല, മറിച്ച് നമ്മുടെ മെറ്റബോളിസം സ്ലോ ആയതുകൊണ്ടാണ്. ഇങ്ങനെയുള്ള കേസിൽ നമ്മുടെ വയറ്റിലെ നല്ല ബാക്ടീരിയ, ഗട്ട് ഫ്രണ്ട്ലി ബാക്ടീരിയകളെ നമുക്ക് ഉപയോഗിച്ച് നമ്മുടെ മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യാം. അപ്പം നമ്മുടെ വയറിലെ നല്ല ബാക്ടീരിയകൾക്ക് കുറച്ച് നല്ല ഭക്ഷണം കൊടുക്കാം. അതായത് അവർക്ക് വേണ്ടുന്ന പ്രൊബയോട്ടിക് ഫുഡാണ് ഒരു പ്രൊബയോട്ടിക് ബൗളായിട്ട് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. അതെങ്ങനെയാണെന്ന് കണ്ടു നോക്കിയാൽ, നമ്മുടെ ഈ പ്രൊബയോട്ടിക് ബൗളിലെ പ്രധാന ഹീറോ ഇൻഗ്രീഡിയൻറ്റ് ചിയാ സീഡാണ്. ആരോഗ്യമുള്ള ഒരു വ്യക്തിക്ക് 1 to 2 ടേബിൾ സ്പൂൺ ചിയാ സീഡാണ് ഒരു ദിവസം കഴിക്കാവുന്നത്. നമ്മളിവിടെ 1 ടേബിൾ സ്പൂൺ ചിയാ സീഡാണ് എടുത്തിട്ടുള്ളത്. അതൊരു അരക്കപ്പ് വെള്ളത്തിൽ നല്ലതുപോലെ ഇളക്കി വെക്കുക. ഒരു 3 to 4 hours സോക്ക് ചെയ്യാൻ വെക്കുക. വെള്ളത്തിലിട്ട് തന്നെ വെക്കണം. ഇനി നമ്മളിവിടെ ഒരു അര സാലഡ് വെള്ളരിയാണ് എടുത്തിട്ടുള്ളത്, ഒരു ചെറിയ സൈസ്. ഇനി അത് നല്ലപോലെ മൂത്തതായതുകൊണ്ട് ഞാൻ അതിൻ്റെ സീഡ് കളഞ്ഞാണ് ഉപയോഗിക്കുന്നത്. തൊലി കളഞ്ഞ് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ചെറുതായിട്ട് മുറിക്കേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. ഇനി നമുക്ക് ഈ ഡിഷിലോട്ട് വേണ്ടത് ഒരു പൊമഗ്രാനേറ്റ് ആണ്. പൊമഗ്രാനേറ്റ് നമുക്കൊരു കടിക്കുമ്പോൾ ഒരു മധുരമുള്ളൊരു ഫ്ലേവർ തരികയും ചെയ്യും. മാത്രമല്ല ഇത് വൈറ്റമിൻ സിയുടെയും ആൻറ്റി ഓക്സിഡൻറ്റിൻ്റെയും ഡയറ്ററി ഫൈബറിൻ്റെയും ഒക്കെ ഒരു റിച്ച് സോഴ്സാണ്. ഇത് ബ്ലഡ് കൗണ്ടിനെ കൂട്ടാനും അനീമിയ കുറയ്ക്കാനും അതുപോലെ തന്നെ നമ്മുടെ ഹാർട്ടിൻ്റെ ഹെൽത്തിനെ ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ്. ഇനി നമ്മൾ എടുക്കുന്നത് കേർഡാണ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് പ്രൊബയോട്ടിക് കേർഡാണ്. പ്രൊബയോട്ടിക് കേർഡ് ആകുമ്പോൾ അതിനകത്ത് ലൈവ് ആയിട്ടുള്ള ഗട്ട് ഫ്രണ്ട്ലി ബാക്ടീരിയാസ് ഉണ്ട്. അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി ഈ കേർഡ് 1 കപ്പ് കേർഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഈ തൈരിനകത്തേക്ക്, ഇതിനൊട്ടും പുളിയില്ല. പുളി ഇഷ്ടമുള്ളവർക്ക് പുളിയുള്ള തൈര് ഉപയോഗിക്കാൻ പ്രശ്നമല്ല. ഇനി ഇതിനകത്തേക്ക് നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ള നമ്മുടെ മാജിക്കൽ ചിയാ സീഡ് മിക്സ്ചറിനെ ഇട്ട് നല്ലതുപോലെ കുറേ സമയം ഇളക്കണം. അതായത് അതിനകത്ത് ഒട്ടും കട്ടയില്ലാത്ത രീതിയിൽ നന്നായിട്ട് ഇളക്കണം. ഇനി നമ്മളൊരു ചെറിയ കഷ്ണം ഇഞ്ചി ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇഞ്ചി നമ്മുടെ ദഹനത്തെ സഹായിക്കുന്ന ഒന്നാണ്. അതിനകത്തുള്ള ജിഞ്ചറോൾ എന്ന കണ്ടന്റ് നമ്മുടെ ദഹനത്തിനും ഗട്ടിനും ഒക്കെ വളരെ നല്ലതാണ്. ഇനി അതിനകത്തേക്ക് നമ്മൾ നമ്മുടെ കുക്കുംബറിനെ ആഡ് ചെയ്യുകയാണ്. ഏകദേശം 95% വാട്ടർ കണ്ടന്റുള്ള ഈ കുക്കുംബർ ബോഡി ഹൈഡ്രേറ്റഡ് ആയിരിക്കാനും ഒരുപാട് നേരം വയറ് വിശപ്പ് തോന്നിക്കാത്ത രീതിയിൽ വയറ് ഫില്ലായിട്ടിരിക്കാനും സഹായിക്കുന്നതാണ്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള നമ്മുടെ പൊമഗ്രാനേറ്റ്, അതൊരു ഫുൾ പൊമഗ്രാനേറ്റ് ഉണ്ട്. ഇത് ഏകദേശം 1 കപ്പോളം വരും. ഇത് കഴിക്കുമ്പോഴത്തേക്കും ഇത് അതിനകത്തിട്ട് കഴിക്കുമ്പോൾ നല്ലൊരു ക്രഞ്ചിനെസ്സും ഒരു മധുരത്തിൻ്റെ ഒരു ഫീലും ഒക്കെ കിട്ടും. നമുക്ക് നല്ലൊരു ഫ്രൂട്ടിൻ്റെ സോഴ്സുമാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഡിഷിന് പ്രധാനപ്പെട്ട ഒരു ഫ്ലേവർ കൊടുക്കുന്ന ഒന്നാണ് ഈ പൊമഗ്രാനേറ്റ്. ഹൈ ഫൈബർ, പ്രോട്ടീൻ, ഒമേഗ 3 ഇതൊക്കെ അടങ്ങിയിട്ടുള്ളതിനാൽ ഈ ചിയാ സീഡൊക്കെ അടങ്ങിയ ഈ മിക്സർ നമ്മുടെ ഗട്ട് ഹെൽത്തിന് വളരെ നല്ലതാണ്. ഇനി നമ്മൾ അതിനകത്തേക്ക് കുറച്ച് ഒരു പിടി മല്ലിയിലയും കൂടെ അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ഡിഷിന് ഒരു ക്രഞ്ചിനെസ് കൊടുക്കാനും പ്രോട്ടീൻ്റെ സോഴ്സ് ആയിട്ടൊക്കെ നമ്മളൊരു 1/4 കപ്പ് നിലക്കടലയാണ് എടുക്കുന്നത്. നിലക്കടല നമ്മൾ 1 ടേബിൾ സ്പൂൺ നല്ലെണ്ണയിൽ റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. നല്ലെണ്ണ നമ്മുടെ ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. നിലക്കടലയാണെങ്കിലും നല്ല ഒരു പ്ലാന്റ് പ്രോട്ടീൻ്റെ സോഴ്സും അതുപോലെ തന്നെ ഹെൽത്തി അൺസാച്ചുറേറ്റഡ് ഫാറ്റിൻ്റെ ഒരു സോഴ്സൊക്കെയാണ് ഈ നിലക്കടല. നമ്മുടെ കുടലിൽ നല്ല ബാക്ടീരിയകളില്ലെങ്കിൽ കഴിക്കുന്ന ഭക്ഷണം കൊഴുപ്പായി വയറിൽ തന്നെ അടിഞ്ഞുകൂടും. അപ്പോൾ ഈ ഡിഷിന് ഒരു പ്രത്യേക ഫ്ലേവർ കൊടുക്കാനും ഡൈജഷൻ ഇമ്പ്രൂവ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ 1 ടീസ്പൂൺ നല്ല ജീരകത്തെ റോസ്റ്റ് ചെയ്ത് ഇതിലേക്ക് ചേർക്കുകയാണ്. ജീരകം ദഹനം വർദ്ധിപ്പിക്കാനും ബോഡിയുടെ ഇൻഫ്ലമേഷൻ അഥവാ നീർക്കെട്ട് മാറ്റാനൊക്കെ വളരെ നല്ലൊരു സോഴ്സാണ്. ഇനി ഇതെല്ലാം നന്നായി ഇളക്കി ചേർക്കുക. ഞാൻ ബോധപൂർവം ഇതിൽ ചേർക്കാത്ത ഒന്നുണ്ട്, അതാണ് ഉപ്പ്. കാരണം ഞാനിവിടെ എടുത്തിട്ടുള്ളത് പ്രൊബയോട്ടിക് കേർഡാണ്. പ്രൊബയോട്ടിക് കേർഡിൽ ഉപ്പ് ചേർത്താൽ അതിലെ ലൈവായിട്ടുള്ള ബാക്ടീരിയകളുടെ ആക്ടിവിറ്റി കുറയും. നിങ്ങൾ സാധാരണ കേർഡാണ് എടുക്കുന്നതെങ്കിൽ തീർച്ചയായും ഉപ്പ് ചേർക്കാം. ഇന്ദുപ്പ് ചേർക്കുന്നതാണ് നല്ലത്. മെറ്റബോളിസം കൂട്ടി വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ ഇപ്പം തന്നെ അടുക്കളയിൽ പോയി നാളത്തേക്ക് വേണ്ടി 1 ടേബിൾ സ്പൂൺ ചിയാ സീഡ് വെള്ളത്തിലിട്ട് വെച്ചോ. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നർ ആയിട്ടോ ഇടയ്ക്ക് ലഞ്ചിന് ഇടയ്ക്കുള്ള ആ ഒരു ക്രേവിങ്സ് വരുമ്പോൾ എപ്പോൾ വേണമെങ്കിലും കഴിക്കാവുന്നതാണ്. ഈ ഒരൊറ്റ പ്രോട്ടീൻ ബൗൾ ദിവസവും കഴിക്കുന്ന വഴി നിങ്ങൾക്ക് തൈറോയിഡോ മറ്റ് PCOD എന്തൊക്കെ വഴിയുള്ള ക്ഷീണം കുറയ്ക്കാനും വയറിലെ കൊഴുപ്പ് കുറയ്ക്കാനും ഒക്കെ സഹായിക്കും. ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ മറ്റൊരു ക്രേവിങ്സും തോന്നില്ല. വയറ് നല്ല ഫില്ലായതുപോലെ ഇരിക്കും. അപ്പോൾ ഇതുപോലെയുള്ള പലതരത്തിലുള്ള ഡയറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ.